ചട്ടിപ്പറമ്പിൽ വീട്ടിലെ പ്രസവത്തിനിടെ സ്ത്രീ മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെയാണ് കൂടുതൽ വെളിപ്പെടുത്തൽ വരുന്നത്. യുവതിയുടെ ഭർത്താവ് ആംബുലൻസ് വിളിച്ചത് തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ആംബുലൻസ് ഡ്രൈവർ അനിലിന്റെ മൊഴി. ശ്വാസം മുട്ടുമൂലം മരിച്ച വയോധികയുടെ മൃതദേഹം കൊണ്ടുപോകാനുണ്ടെന്ന് പറഞ്ഞാണ് വിളിച്ചത്. മൃതദേഹം തുണിയിലും പായയിലും പൊതിഞ്ഞ നിലയിലായിരുന്നുവെന്നും അനില് വ്യക്തമാക്കി. നമുക്ക് കോള് വന്നപ്പോൾ ഇങ്ങനെ ബോഡി എറണാകുളത്തേക്ക് കൊണ്ടുപോകാണ്ടെന്ന് പറഞ്ഞത്. പ്രായമായ സ്ത്രീയാണ്, ശ്വാസം മുട്ടി മരിച്ചതാണെന്ന് പറഞ്ഞു. നമ്മൾ ഏകദേശം ഒരു 3 മണി 3:15 തന്നെ അവരുടെ നാട്ടിലെത്തി. നമ്മൾ കാണുന്നത് ഈ ബോഡി കട്ടിലെ കിടക്കുന്നു, തുണിയിൽ പൊതിഞ്ഞ് പായലും പൊതിഞ്ഞിട്ട് ബോഡി കിടക്കുന്നതാണ് കണ്ടത്. വണ്ടി കയറ്റിയിട്ട് ഏകദേശം 5-10 മിനിറ്റ് കൊണ്ട് തന്നെ അവർ നമ്മൾ നേരെ എറണാകുളത്തേക്ക് പോവുക ചെയ്തത്. നമ്മളറിയുന്നൊരു ഏലംകുളം ഭാഗത്തുള്ള ഒരു ടാക്സി ഡ്രൈവറാണ് വിളിച്ചത്. അവിടെ ഏകദേശം ഒരു 3-4 സ്ത്രീകളും 3-4 പുരുഷന്മാരും 2-3 പിള്ളേരും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ബോഡി ഇതേ രീതിയിൽ കട്ടിലെ കിടക്കുന്നതായിരുന്നു കണ്ടത്. നമ്മളോട് പറഞ്ഞത് പ്രായം ചെന്ന സ്ത്രീയാണ്, ശ്വാസം മുട്ടി മരിച്ചത്. നമുക്ക് മുഖം കാണാൻ പറ്റുന്നില്ലല്ലോ, പാക്ക് ചെയ്ത് ഇതായിരുന്നു. അപ്പം പിന്നെ നമുക്ക് മുഖം തുറന്നു നോക്കാൻ എന്തായാലും പറ്റത്തില്ല. നമ്മൾ ലാസ്റ്റ് അതിനകത്ത് ചെന്ന് കഴിയുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പെരുമ്പാവൂര് അവരുടെ വീട്ടിലാണ് ചെന്നത്. അവരുടെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഏകദേശം 5 മിനിറ്റ് നമ്മൾ കാത്തു നിന്നു ബോഡി ഇറക്കാതെ കണ്ടപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചു, ബോഡി ഇറക്കല്ലേ, കുറച്ച് ഉള്ളിലേക്ക് പോകണം, ഒരു 4-5 പേര് വേണം പിടിക്കാൻ എന്നൊക്കെ പറഞ്ഞു. അതിലാണ് പെട്ടെന്ന് അവർ സൗണ്ടും കാര്യങ്ങളൊക്കെ കൂടി ബോഡി ഇറക്കാൻ പറ്റത്തില്ല, ഞങ്ങൾക്ക് സംശയമുണ്ട്, പോസ്റ്റ്മോർട്ടം ചെയ്യണം, പോലീസിനെ വിളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരൊക്കെ അവിടുത്തെ ആൾക്കാർ ഭർത്താവിനും സംഘർഷവും തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ ഭർത്താവിനെ അവർ തല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവരോട് ചോദിക്കുന്നത് എന്താ പറ്റിയെന്ന്. അതിലാണ് ഇവർ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞ് ഏകദേശം 5-10 പോലീസുകാർ വന്നു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ പ്രകാരം അല്പസമയം മുമ്പ് SP പറയുന്നത് മലപ്പുറത്ത് ഇത്തരം സംഘങ്ങൾ ഉണ്ടോ എന്ന കാര്യത്തിൽ അറിയില്ല, ഉണ്ടെങ്കിൽ അന്വേഷിക്കാമെന്ന് പറയുന്നു. ഇപ്പോൾ ഈ ആംബുലൻസ് ഡ്രൈവർ പറയുന്നത് ഭർത്താവ് തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറയുന്നു. എന്തായാലും ഈ ഭർത്താവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് പോലീസിന്റെ നീക്കം? മലപ്പുറത്ത് നിന്നും പോലീസ് സംഘം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്ന നീക്കങ്ങൾ എങ്ങനെയാണ്? സജിത്ത്, SP R വിശ്വനാഥ് അല്പസമയങ്ങൾക്ക് മുമ്പ് ഇക്കാര്യത്തിൽ ഇതുവരെ പോലീസിന് ലഭിച്ച വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സിറാജുദ്ദീനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതുപോലെ തന്നെ തെളിവ് നശിപ്പിക്കുക തുടങ്ങിയ കുറ്റങ്ങൾക്കാണ് ഇപ്പോൾ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. ജാമ്യമില്ലാ വകുപ്പുകളാണ്. ഇതേക്കുറിച്ച് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ തനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് ഈ സിറാജുദ്ദീൻ ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. ഇക്കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കർശന നടപടികൾ ഉണ്ടാകും. കാരണം നേരത്തെ നമ്മൾ തന്നെ പുറത്തുവിട്ട വാർത്തയിൽ ഓരോ വർഷവും വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങളുടെ എണ്ണത്തിൽ മലപ്പുറം ജില്ല മറ്റ് ജില്ലകളെക്കാൾ മുൻപിലാണ്. പക്ഷേ ഇത് പ്രവർത്തിക്കുന്ന രീതി അധികം ആർക്കും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലാണെന്ന് പോലീസ് തന്നെ വിശദീകരിക്കുന്നുണ്ട്. ഇവരുടെ ഒരു കൂട്ടായ്മ ഒരു കൂട്ടായ്മ രൂപീകരിച്ച് വാട്സപ്പ് വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും ഗ്രൂപ്പുകളിലൂടെ ഈ സംഘങ്ങൾ അവരുടെ ആശയങ്ങൾ കൈമാറുന്നു, അവരുടെ നീക്കങ്ങൾ അത് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത്തരം ആളുകളെ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ വെല്ലുവിളിയാണ്. കാരണം മലപ്പുറത്ത് പ്രസവ ശുശ്രൂഷ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ പ്രസവത്തിന് ശേഷം ശുശ്രൂഷ നൽകുന്ന എന്ന പേരിൽ പ്രവർത്തിക്കുന്നതാണ്. ഇനി ഈ ഇടങ്ങളിലൊക്കെ ആശുപത്രിക്ക് പുറമെ വീട്ടിൽ നിന്ന് നടത്താവുന്ന തരത്തിലുള്ള ആ പ്രസവ രീതി പിന്തുടരാവുന്ന രീതിയിലാണോ അവിടെ കാര്യങ്ങൾ നടത്തുന്നത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇവിടെ മുമ്പ് നമ്മൾ കണ്ടതാണ്, മലപ്പുറം ജില്ലയിൽ വാക്സിനൊക്കെ എതിരെയുള്ള വലിയ തോതിലൊരു പ്രതിഷേധമൊക്കെ ഉയർന്നിരുന്നു. പക്ഷേ ആ സാഹചര്യവും ഇപ്പോൾ സംഭവിക്കുന്ന സാഹചര്യവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. വാക്സിനെതിരെ ഉണ്ടായിരുന്ന പ്രചാരണങ്ങളെ മത സാമുദായിക നേതാക്കൾ തന്നെ മുന്നിൽ നിർത്തി അവർ തന്നെ ആ വാക്സിൻ സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വലിയ തോതിൽ പ്രബോധനം നടത്തുകയും അത്തരത്തിൽ സന്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തതാണ്. അത് 10 വർഷം മുൻപാണ്. 10 വർഷം മുൻപ് നടത്തിയ ശ്രമങ്ങൾ വാക്സിനെതിരായിട്ടുള്ള തെറ്റിദ്ധാരണ നീക്കുവാൻ വലിയ സഹായകമാവുകയും ജില്ല വളരെ മുൻപിലെത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നടക്കുന്ന വീട്ടുപ്രസവം എന്ന പേരിൽ നടക്കുന്ന ആ നടപടികൾ അതിൽ അല്പം വ്യത്യസ്തമാണ്. അതിന് ചില വിശ്വാസങ്ങളുണ്ട്, അല്ലെങ്കിൽ ചില തെറ്റിദ്ധരിപ്പിക്കുന്ന ചിന്തകളുടെ പിന്തുണയുണ്ട്. ഭർത്താവ് ഭാര്യ മറ്റൊരു ആശുപത്രിയിൽ പോയിട്ട് മറ്റൊരു ഡോക്ടറെ കാണാതിരിക്കുക, വനിതാ ഡോക്ടർമാരെ മാത്രം കാണുക, അത് ഈ ചികിത്സാ രീതികളൊക്കെ പ്രകൃതിയുടെ രീതിക്ക് വിരുദ്ധമാണെന്നതിലുള്ള പ്രചാരണങ്ങൾ നടത്തുക, അത്തരത്തിൽ ഈ വലിയ തോതിൽ
ശാസ്ത്രത്തിന് നിരക്കാത്ത തരത്തിലുള്ള പ്രചാരണത്തിലൂടെ ആളുകളെ ഒന്നിപ്പിച്ച് അതൊരു സംഘമായിട്ട് അത്തരത്തിൽ സംഘടിത നീക്കമായിട്ട് ഈ കാര്യങ്ങൾ കൊണ്ടുപോവുക എന്ന തരത്തിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മരണമുണ്ടായപ്പോൾ അതിന് കാരണക്കാരനായ ആൾക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് വകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നത്. അത് വലിയ ഒരു സന്ദേശം നൽകുന്നതിൻ്റെ തുടക്കമാണ്. കാരണം ആ യുവതിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവരുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ സൂചനയുണ്ട്. സ്വാഭാവികമായിട്ടും ആ ആശുപത്രിയിൽ കൊണ്ടുപോകാതിരിക്കാൻ കാരണം ഭർത്താവിൻ്റെ പിടിവാശിയാണ്, മറ്റ് ഈ ചികിത്സകൾ ഇവർക്ക് നൽകില്ല എന്ന നിർബന്ധ ബുദ്ധിയാണ് എന്ന് പോലീസ് പറയുമ്പോൾ ഇത്തരത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുന്നവർക്കുള്ളൊരു മുന്നറിയിപ്പ് ആയിട്ട് തന്നെ വേണം ഈ കാര്യങ്ങളെ കാണുവാൻ. പോലീസ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ കർശന നടപടികൾ സ്വീകരിക്കും. ഇദ്ദേഹത്തിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇയാളിൽ നിന്ന് അനുമോദിലേക്ക് വരാം. ഡോക്ടർ നന്ദകുമാർ നമുക്കൊപ്പം ചേരുന്നു.